ഫറോബയെക്കുറിച്ചുകൊണ്ട് അറിയാത്തവരില്ല. കാരണം ഫറോബ എന്ന് പറഞ്ഞാൽ വലിയ ധിക്കാരിയായിരുന്നു, അഹങ്കാരിയായിരുന്നു. അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ ദൈവം, തമ്പുരാനായ അള്ളാഹു എന്ന് അഹങ്കരിച്ച ആ അഹങ്കാരിയെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫല്ലൗമ നുനജ്ജീക ബിബദനിക തകൂനു ലിമൻ ഖൽഫക ആയ വഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരെ വരുന്ന സമുദായത്തിന് പാഠമായിട്ട് ഫറോബയുടെ ശരീരം നാം സൂക്ഷിച്ചു വെക്കുമെന്നുള്ള പറഞ്ഞിട്ട് ആ ശവശരീരത്തിന് യാതൊരു പോറലുമേൽക്കാതെ ഇന്നും അത് ഈജിപ്തിലെ കൈറോയിലെ മ്യൂസിയത്തിൽ അത്ഭുത പ്രതിഭാസമായിട്ട് ഫറോബയുടെ ശരീരം സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ യാതൊരു പോറലുമേൽക്കാതെ അങ്ങനെ തന്നെ നിലകൊള്ളുമെന്ന് വിശുദ്ധമായ ഖുർആനാണ് പഠിപ്പിച്ചത്. എന്നാൽ ഫിർഔനിനെ പോലെ തന്നെ അവൻ്റെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ അവൻ്റെ യൂസ് ചെയ്ത ഒരുപാട് ഐറ്റംസുകൾ, ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് കറൻസികൾ, ഒരുപാട് മറ്റുള്ളതായ ബിംബങ്ങൾ, അവനുണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇന്ന് എത്രയോ കോടി രൂപ പോലും വിലമതിക്കാൻ പറ്റാത്ത ഒരുപാട് ഐറ്റംസ്, ഒരുപാട് സാധനങ്ങൾ. ഇതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഐറ്റംസുകളല്ല, എത്രയോ കോടി രൂപയുടെ കറൻസികളാണ്, ഐറ്റംസുകളാണ്, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നാണയങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, എത്രയോ തലമുറക്ക് ജീവിക്കാൻ പറ്റിയ അത്ര സമ്പത്തുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതെല്ലാം യുദ്ധ സാമഗ്രികളാണ്, യുദ്ധത്തിന് വേണ്ടി ധരിക്കുന്ന ആ ഡ്രസ്സുകൾ, ആ തൊപ്പികൾ, അതുപോലത്തെ ഒരുപാട് ഐറ്റംസുകൾ. അത് സാധാരണ ഐറ്റംസുകളല്ല, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഐറ്റംസുകളാണ്. ഇത്രയാണെന്ന് വിലമതിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇത് അവൻ്റെ ഒരു കൊട്ടാരമാണ്, അവനുണ്ടാക്കിയ ഏറ്റവും വലിയൊരു കൊട്ടാരം. ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ഇന്നും നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസുകൾ ഇതാ, അതെല്ലാം അവിടെ ബാക്കി വെച്ചത്. അവനെയൊക്കെയും അവൻ്റെ ഐറ്റംസുകളൊക്കെയും ഇവിടെ ബാക്കി വെച്ചത് ഇതാണ് ഖുർആൻ പറഞ്ഞത്. ശേഷം വരുന്ന സമുദായത്തിനൊരു പാഠമായിട്ട്, ശേഷം വരുന്ന സമുദായം കണ്ട് മനസ്സിലാക്കണം, അവർ പഠിക്കണം, അവർ അറിയണം. അഹങ്കാരം കളിച്ചാൽ അഹങ്കാരിക്കുള്ള ദുരവസ്ഥ ഇതാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശുദ്ധമായ ഖുർആൻ കൽപ്പിക്കുകയാണ്. അങ്ങനെ അവൻ്റെ ഒരുപാട് ഐറ്റംസുകൾ, ഇതെല്ലാം സ്വർണത്തിൻ്റെ ഐറ്റംസുകളാണ്, ഒരുപാട് വെള്ളിയുടെ ഐറ്റംസുകളാണ്. അതെല്ലാം ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന, അന്നത്തെ കാലത്ത് യൂസ് ചെയ്ത ആ റിയാലുകൾ, അതുപോലെ തന്നെ കറൻസികൾ, അതുപോലെ തന്നെ ആ കാണുന്നതെല്ലാം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയുമാണ്. ആ പാത്രങ്ങൾ, കുടങ്ങൾ, ഇതെല്ലാം സ്വർണവും വെള്ളിയും. അതാ അവൻ്റെ കൊട്ടാരത്തിൽ ഉണ്ടാക്കി വെച്ച ഐറ്റംസുകൾ മുഴുവനും അതെല്ലാം ഭൂമിയുടെ അരികിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൊട്ടാരം പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഇതുപോലത്തെ ഐറ്റംസുകളെല്ലാം കണ്ടെടുക്കാൻ സാധിച്ചുവെങ്കിൽ, കണ്ടെടുക്കാത്ത ഒരുപാട് എത്രയോ ഐറ്റംസുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നാം മനസ്സിലാക്കേണ്ടത്, നാം ചിന്തിക്കേണ്ടത്, ഇങ്ങനത്തെ ഒക്കെ മനുഷ്യന്മാർ മുൻകാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അവൻ്റെയൊക്കെ ഓർമ്മയ്ക്ക് വേണ്ടി ഇന്നും ഇതെല്ലാം നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്വർണത്തിൻ്റെതാണ്. ഏറ്റവും കൂടുതൽ വിലമതിക്കാൻ പറ്റാത്ത സ്വർണത്തിൻ്റെ പാത്രങ്ങളാണ്, പളങ്ക് പാത്രങ്ങളാണ്, അതുപോലെ പല ഐറ്റംസുകളാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം നാം ചിന്തിക്കണം, നാം ചിന്തിക്കുക. ഇതെല്ലാം ഇന്ന് വില
എത്രയാണിതിനെന്നൊരിക്കലും ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു ഐറ്റംസ് അവനിക്ക് ഉപകാരപ്പെട്ടോ? ഇല്ല. ഇതുപോലെ ചിന്തിക്കുക, നാമും ചിന്തിക്കുക. നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കൊരുപാട് സമ്പത്തുണ്ടാവാം, ഒരുപാട് തോട്ടങ്ങളുണ്ടാവാം, ഒരുപാട് ഉണ്ടാകാം. അതെല്ലാം നാം മരണപ്പെട്ടു പോയാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്ന ചിന്ത നമുക്ക് വേണം. അത് മറ്റുള്ളവർക്കാണ്. നേരെ മറിച്ചൊരു പള്ളിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു മദ്രസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാവപ്പെട്ട യതീം മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായിച്ചാൽ, എന്തെങ്കിലും നൽകിക്കഴിഞ്ഞാൽ നാളെ ഖബറിലേക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായി നമ്മോട് പിന്തുടരും. അല്ലാത്ത പോയാൽ നാം എത്ര കോടിക്കണക്കിന് എന്തുണ്ടാക്കി വെച്ചാലും ഇതുപോലെ ആർക്കും ഉപകാരപ്പെടാത്ത അവസ്ഥയിൽ അതങ്ങനെ അവിടെ കഴിഞ്ഞുകൂടും. അതുകൊണ്ടൊന്നും നമുക്ക് രക്ഷയില്ല. നമുക്ക് പാർത്ഥിക ലോകമാണ് രക്ഷ. റഹ്മാനായ റബ്ബിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. അവിടെ നമ്മൾക്ക് രക്ഷ വേണമെങ്കിൽ, അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലെ നാം സമ്പാദിച്ച ഒരുപാട് സമ്പാദ്യങ്ങൾ വെള്ളത്തിൻ്റെ ഉള്ളിലും അവിടെയും ഇവിടെയുമായി സൂക്ഷിച്ചു വെച്ച ഒരുപാട് ഏതെല്ലാം ബോക്സുകളിലായിട്ടാണ്, ഏതെല്ലാം രൂപത്തിലായിട്ടാണ് സ്വർണത്തിൻ്റെ കസേര. ഇതുപോലെ എന്തൊക്കെ ഐറ്റംസുകളാണ്. സുബ്ഹാനല്ലാഹ്, പറഞ്ഞാലും ഒടുങ്ങാത്ത ഒരുപാട് അവസ്ഥകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഐറ്റംസുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ചിന്തിക്കുക. ഏതൊരു മനുഷ്യനും ഇത് ചിന്തിച്ചാൽ ഒരിക്കലും റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ അവനെക്കൊണ്ട് സാധ്യമല്ല. ഫിർഔൻ അങ്ങനെയായിരുന്നു ജീവിച്ചത്. ശുദ്ധമായ ഖുർആൻ പറയുന്നു, ശുദ്ധമായ ഖുർആൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് അവനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ ദുൽ ഔതാദ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ആണി ഉടയവരെന്ന് പറഞ്ഞാൽ എത്രയോ പാവപ്പെട്ടവരെ അവനെക്കൊണ്ട് വിശ്വസിക്കാത്തതിൻ്റെ പേരിൽ കാലിൻ്റെ അടിയിലേക്ക് ആണി തറപ്പിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അവരെ വിശ്വസിക്കാത്തവരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു പതിവായിരുന്നു അവനിക്കുണ്ടായത്. എത്രയോ ക്രൂരമായ പ്രവർത്തനങ്ങളാണ് അവൻ ചെയ്തത്. എത്രയോ പാവപ്പെട്ടവരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. എത്രയോ പിഞ്ചോമന മക്കളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അവൻ്റെ നിലനിൽപ്പിനെ തടസ്സമാകും മക്കളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനിക്കുന്ന എല്ലാ ആൺമക്കളെയും കൊല്ലാൻ വേണ്ടി അവൻ പ്ലാനിട്ടു. അവസാനം എത്രയോ പൊന്നോമന മക്കളെ കൊന്നുകളഞ്ഞു. അതിൻ്റെയൊക്കെ ശാപമാണ് അവനിക്ക്. അവസാനം അവനെ കൊന്നത് അവൻ്റെ മടിത്തട്ടിൽ തന്നെ വളർന്ന ഒരു പിഞ്ചു കുഞ്ഞായിരുന്നുവെങ്കിൽ റബ്ബ് തആല എത്ര തന്ത്രമുടയവനാണ്, എത്ര സംരക്ഷകനാണ് ആ റഹ്മാനാണ്.